ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഇത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ചിലർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. കുഡ് ഹാവ് ആൻഡ് കുഡിൻ ഹാവ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മുൻപൊരു ചാപ്റ്റർ നമ്മൾ ഷുഡ് ഹാവ് ആൻഡ് ഷുഡൻ ഹാവ് എടുത്തിരുന്നു. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഞാനിവിടെ ലിങ്ക് പിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് കുഡ് ഹാവിനെ കുറിച്ച് പഠിക്കാം. കുഡ് ഹാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ കഴിയുമായിരുന്നു, പറ്റുമായിരുന്നു, ചെയ്യാൻ പറ്റുമായിരുന്നു, എനിക്ക് എഴുതാൻ പറ്റുമായിരുന്നു, സാധിക്കുമായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്, അതായത് ഒരു പാസ്റ്റ് എബിലിറ്റീനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എനിക്ക് പാസ്റ്റിൽ ചെയ്യാൻ പറ്റുമായിരുന്നു, പാസ്റ്റിൽ ഞാനത് ചെയ്യാൻ എനിക്ക് ഏബിൾ ആയിരുന്നു, പക്ഷേ ഞാനത് ചെയ്തില്ല. അപ്പോൾ വി ആർ ടോക്കിംഗ് അബൌട്ട് എ പാസ്റ്റ് എബിലിറ്റി. കഴിഞ്ഞു പോയ ഒരു കാര്യം, നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു കാര്യം നമ്മൾ ചെയ്തില്ല, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ കുഡ് ഹാവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ വേർബിൻ്റെ തേർഡ് ഫോം ആണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കുഡ് ഹാവ് കഴിഞ്ഞിട്ട് ഗോ എന്നുള്ള വേർബ് ആണെങ്കിൽ ഗോ, വെൻറ്റ്, ഗോൺ, വേർബിൻ്റെ തേർഡ് ഫോം, അല്ലെങ്കിൽ നമുക്ക് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയാം. അപ്പോൾ ഐ കുഡ് ഹാവ് ഗോൺ, എനിക്ക് പോകാമായിരുന്നു. ഐ കുഡ് ഹാവ് ഗോൺ, ഐ കുഡ് ഹാവ് ഗോ എന്ന് പറയില്ല. വേർബിൻ്റെ തേർഡ് ഫോം ആണ് കുഡ് ഹാവ് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, നോട്ട് ദ പോയിന്റ്. അതേപോലെ നോ ഓപ്പർച്യൂണിറ്റി ലെഫ്റ്റ്, അതായത് ഇനി ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല. ഓപ്പർച്യൂണിറ്റി നമുക്ക് പാസ്റ്റിൽ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളത് ഉപയോഗിച്ചില്ല. അപ്പോൾ ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഓപ്പർച്യൂണിറ്റി ഒക്കെ കഴിഞ്ഞു പോയി. നമ്മൾ കഴിഞ്ഞു പോയ ഒരു എബിലിറ്റീനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു കാര്യം, പാസ്റ്റിൽ ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു കാര്യം നമുക്ക് ചെയ്തില്ല നമ്മൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ കുഡ് ഹാവ് വെച്ചിട്ട് സംസാരിക്കുന്നത്. അപ്പം നമുക്ക് കൂടുതലും എക്സാമ്പിൾസിലൂടെ മനസ്സിലാക്കാം. നിനക്ക് എന്നെ വിളിക്കാമായിരുന്നു, അതായത് അപ്പോൾ അവൾ വിളിച്ചില്ല അല്ലെങ്കിൽ അവൻ വിളിച്ചില്ല. അപ്പോൾ പറയണം നിനക്ക് എന്നെ വിളിക്കാമായിരുന്നു, നിനക്ക് വിളിക്കാൻ കഴിയുമായിരുന്നു, എന്നിട്ടും നീ വിളിച്ചില്ല എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നിനക്ക് എന്നെ വിളിക്കാമായിരുന്നു, ഇത് നമ്മളെങ്ങനെ പറയും? യു കുഡ് ഹാവ്, യു കുഡ് ഹാവ് കോൾഡ്. കോൾ എന്നുള്ള വേർബിൻ്റെ തേർഡ് ഫോം കോൾഡ് മീ. നിനക്ക് എന്നെ വിളിക്കാമായിരുന്നു, യു കുഡ് ഹാവ് കോൾഡ് മീ, യു കുഡ് ഹാവ് കോൾഡ് മീ. അവൾക്ക് അവരോട് പറയാമായിരുന്നു, അതായത് അവൾ പറഞ്ഞില്ല, അവൾക്ക് പറയാൻ പറ്റുമായിരുന്നു, അവൾക്ക് പറയാൻ സാധിക്കുമായിരുന്നു, അവൾക്ക് പറയാൻ കഴിയുമായിരുന്നു, എന്നിട്ടും അവൾ അത് പറഞ്ഞില്ല. അപ്പം നമ്മൾ എങ്ങനെ പറയും? അവൾക്ക് അവരോട് പറയാമായിരുന്നു. ഷീ കുഡ് ഹാവ്, ഷീ കുഡ് ഹാവ് ടെൽ എന്നുള്ളതിൻ്റെ തേർഡ് ഫോം, ടെൽ എന്ന വേർബിൻ്റെ തേർഡ് ഫോം. ഷീ കുഡ് ഹാവ് ടോൾഡ് ദെം, അവൾക്ക് അവരോട് പറയാമായിരുന്നു. ഷീ കുഡ് ഹാവ് ടോൾഡ് ദെം, പക്ഷെ അവൾ പറഞ്ഞില്ല. അപ്പോഴാണ് നമ്മൾ അങ്ങനെ പറയാം അല്ലേ, അവൾക്ക് പറയാമായിരുന്നു. അപ്പോൾ ഷീ കുഡ് ഹാവ് ടോൾഡ് ദെം. അവന് അത് ചെയ്യാമായിരുന്നു, അവനക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു, എന്നിട്ടും അവൻ അത് ചെയ്തില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? അവനത് ചെയ്യായിരുന്നു. അതെങ്ങനെ പറയും? ഹി കുഡ് ഹാവ് ഡു എന്നുള്ള വേർബിൻ്റെ തേർഡ് ഫോം ഡു, ഡിഡ്, ഡൺ. അപ്പോൾ ഹി കുഡ് ഹാവ് ഡൺ ദാറ്റ്, അവന് അത് ചെയ്യാമായിരുന്നു. ഹി കുഡ് ഹാവ് ഡൺ ദാറ്റ്, ഹി കുഡ് ഹാവ് ഡൺ ദാറ്റ്. പ്രിയയ്ക്ക് നേരത്തെ വരാമായിരുന്നു, ഇത് നമ്മളെങ്ങനെ പറയും? പ്രിയ കുഡ് ഹാവ്, വരിക കം. അപ്പോൾ കമ്മിൻ്റെ തേർഡ് ഫോം കം, കെയിം, കം തന്നെയാണ്. വേർബിൻ്റെ തേർഡ് ഫോം കം തന്നെയാണ്. അപ്പോൾ പ്രിയ കുഡ് ഹാവ് കം ഏർലിയർ, നേരത്തെ വരാമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രിയ കുഡ് ഹാവ് കം ഏർലിയർ, പ്രിയ കുഡ് ഹാവ് കം ഏർലിയർ. നിനക്ക് എന്നെ സഹായിക്കാമായിരുന്നു, അതായത് നീ എന്നെ സഹായിച്ചില്ല, അപ്പം ഞാൻ പറയും നിനക്ക് എന്നെ സഹായിക്കാമായിരുന്നു. ഇതെങ്ങനെ പറയും? യു കുഡ് ഹാവ് ഹെൽപ്പ്, സഹായിക്കുക, ഹെൽപ്പ്. അപ്പോൾ സഹായിക്കുക എന്നുള്ളതിൻ്റെ തേർഡ് ഫോം, ഹെൽപ്പിൻ്റെ, ഹെൽപ്പ് എന്ന വേർബിൻ്റെ തേർഡ് ഫോം. യു കുഡ് ഹാവ് ഹെൽപ്ഡ് മീ, നിനക്കെന്നെ സഹായിക്കാമായിരുന്നു. യു കുഡ് ഹാവ് ഹെൽപ്ഡ് മീ, യു കുഡ് ഹാവ് ഹെൽപ്ഡ് മീ. അവൾക്ക് എന്നോട് തുറന്നു പറയാമായിരുന്നു,
അതായത് അപ്പോൾ അവൾ തുറന്നു പറഞ്ഞില്ല എന്നർത്ഥം. അവൾക്ക് എന്നോട് തുറന്നു പറയാമായിരുന്നു. ഷീ കുഡ് ഹാവ്, തുറന്നു പറയുക എന്ന് പറയാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസാണ് ഓപ്പൺ അപ്പ്. അപ്പോൾ ഷീ കുഡ് ഹാവ് ഓപ്പൺഡ് അപ്പ്, ഓപ്പൺഡ് അപ്പ് ടു മീ. ഷീ കുഡ് ഹാവ് ഓപ്പൺഡ് അപ്പ് ടു മീ, അവൾക്ക് എന്നോട് തുറന്നു പറയാമായിരുന്നു. ഷീ കുഡ് ഹാവ് ഓപ്പൺഡ് അപ്പ് ടു മീ. ഇനി ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നുള്ളത്. ഓക്കെ, നിനക്ക് എന്നോട് സത്യം പറയാമായിരുന്നു, ഇത് നമ്മളെങ്ങനെ പറയും? ലെറ്റ് മീ നോ ഇൻ ദ കോമെൻറ്റ്സ്. നൗ ടോക്കിംഗ് അബൌട്ട് കുഡിൻ ഹാവ്, എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു, എനിക്ക് പറയാൻ പറ്റില്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് കളിക്കാൻ സാധിക്കില്ലായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഡിൻ ഹാവ് യൂസ് ചെയ്യുക. നമുക്ക് എക്സാമ്പിൾസിലൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. നീ ഇല്ലാതെ എനിക്കത് ചെയ്യാൻ കഴിയില്ലായിരുന്നു. നമ്മൾ ചിലപ്പോൾ പറയില്ലേ, നീ ഉള്ളതുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത്, നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്കത് ചെയ്യാൻ കഴിയില്ലായിരുന്നു, അല്ലെങ്കിൽ അത് പൂർത്തിയാക്കാൻ കഴിയില്ലായിരുന്നു എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അപ്പോൾ ഇതെങ്ങനെ പറയാം എന്ന് നമുക്ക് നോക്കാം. ഐ കുഡൻ ഹാവ് ഡൺ, എനിക്ക് ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഐ കുഡൻ ഹാവ് ഡൺ ഇറ്റ്. ഐ കുഡൻ ഹാവ് ഡൺ ഇറ്റ് വിത്തൗട്ട് യു, നീ ഇല്ലാതെ എനിക്കത് ചെയ്യാൻ കഴിയില്ലായിരുന്നു. നീ ഇല്ലാതെ എനിക്ക് അത് ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഐ കുഡൻ ഹാവ് ഡൺ ഇറ്റ് വിത്തൗട്ട് യു എന്ന് പറയാം. ഇനി കോഹ്ലി ഇല്ലാതെ അവർക്ക് കളി വിജയിക്കാൻ കഴിയില്ലായിരുന്നു. കോഹ്ലി ഉള്ളതുകൊണ്ടാണ് അപ്പോൾ വിജയിച്ചത്, കോഹ്ലി ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് വിജയിക്കാൻ സാധിക്കില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ എങ്ങനെ പറയും എന്ന് നമുക്ക് നോക്കാം. ദേ couldn't have won the match. ക്രിക്കറ്റ് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മാച്ച് എന്നാണ് പറയുക അല്ലേ. അപ്പോൾ they couldn't have won the match without കോഹ്ലി. കോഹ്ലിയുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് വിജയിക്കാൻ കഴിയില്ലായിരുന്നു. കോഹ്ലി ഇല്ലാതെ അവർക്ക് വിജയിക്കാൻ കഴിയില്ലായിരുന്നു. എങ്ങനെ പറയും? They couldn't have won the match without കോഹ്ലി. കോഹ്ലി ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് വിജയിക്കാൻ കഴിയില്ലായിരുന്നു. They couldn't have won the match without കോഹ്ലി. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുഡ് ഹാവ് ആൻഡ് കുഡൻ ഹാവ് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതെങ്കിലാണ് ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നമ്മുടെ അഡൾട്ട്സിന് വേണ്ടിയിട്ടുള്ള ന്യൂ ബാച്ച് സെപ്റ്റംബർ 15 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്